ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധീൻ സേനുദ്ദീൻ. പ്രധാന വാർത്തകൾ. 18ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിന് ഈ മാസം 24-ന് തുടക്കമാകും. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായി എൻ ചന്ദ്രബാബു നായിഡു സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ചടങ്ങിൽ പങ്കെടുത്ത പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിമാരും. പെരിയാറിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയതിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്തി ശാശ്വതമായ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ നിയമസഭയിൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ വയനാട്ടിലെ ജനങ്ങൾക്ക് നന്ദി അറിയിക്കാൻ നിയുക്ത MP രാഹുൽ ഗാന്ധി കേരളത്തിലെത്തി. ഭരണഘടന സംരക്ഷിക്കാനുള്ള പോരാട്ടമായിരുന്നു ഈ തെരഞ്ഞെടുപ്പെന്ന് രാഹുൽ ഗാന്ധി. ബാലവേല തടയാൻ തൊഴിൽ വകുപ്പ് നടപ്പിലാക്കുന്ന 1 വർഷം നീണ്ട കർമ്മ പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. പ്രമുഖ ഫുട്ബോൾ പരിശീലകൻ TK ചാത്തുണ്ണി അന്തരിച്ചു. അനുശോചനം രേഖപ്പെടുത്തി മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും. വാർത്തകൾ വിശദമായി. 18ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിന് ഈ മാസം 24-ന് തുടക്കമാകും. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ, സ്പീക്കർ തിരഞ്ഞെടുപ്പ്, രാഷ്ട്രപതിയുടെ പ്രസംഗം, ചർച്ചകൾ എന്നിവ ഈ സമ്മേളന കാലയളവിൽ നടക്കും. അതേസമയം രാജ്യസഭയുടെ 264ാമത് സമ്മേളനം ഈ മാസം 27-ന് ആരംഭിക്കും. പാർലമെന്റ് സമ്മേളനം അടുത്ത മാസം 3-ന് സമാപിക്കും. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായി എൻ ചന്ദ്രബാബു നായിഡു സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. 4ാം തവണയാണ് അദ്ദേഹം മുഖ്യമന്ത്രി പദവിയിലെത്തുന്നത്. ഗവർണർ S. അബ്ദുൽ നസീർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, JP നഡ്ഡ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. പെരിയാറിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയതിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്തി ശാശ്വതമായ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ. നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയതിന്റെ കാരണം രാസമാലിന്യമാണ് എന്ന് ഇപ്പോൾ പറയാനാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സംഭവത്തിലാകെ 1355 ലക്ഷം രൂപയുടെ നഷ്ടമാണ് കണക്കാക്കിയിട്ടുള്ളത്. മത്സ്യത്തൊഴിലാളികൾക്ക് ന്യായമായ നഷ്ടപരിഹാരം നൽകുമെന്നും അദ്ദേഹം സഭയെ അറിയിച്ചു. ആദിവാസി സമൂഹത്തിന്റെ ഉന്നമനത്തിനായി പൂർണ്ണമായും പ്രയോജനപ്രദമാകുന്ന പദ്ധതികളാണ് സർക്കാർ നടപ്പിലാക്കി വരുന്നതെന്ന് മന്ത്രി K. രാധാകൃഷ്ണൻ. നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആദിവാസി സമൂഹത്തെ സ്വയം പര്യാപ്തരാക്കി മാറ്റുന്നതിനുള്ള ഇടപെടലാണ് സർക്കാർ നടത്തുന്നത്. ഇതിന്റെ ഭാഗമായി 500ഓളം ആദിവാസി കുട്ടികളെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായി നിയമിച്ചതായും മന്ത്രി അറിയിച്ചു. സർക്കാർ ഇടപെടലിലൂടെ ആദിവാസി സമൂഹത്തിലെ ശിശുമരണ നിരക്ക് കുറയ്ക്കാൻ സാധിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി. മദ്യനയവുമായി ബന്ധപ്പെട്ട് ഡിസ്റ്റിലറി, ബാർ, ഹോട്ടൽ സംഘടനാ ഭാരവാഹികളുമായി മന്ത്രി MP രാജേഷ് ഇന്ന് ഉച്ചയ്ക്ക് കൂടിക്കാഴ്ച നടത്തും. വിവിധ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ നിർദ്ദേശങ്ങളും മന്ത്രി പരിഗണിക്കും. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം കാര്യക്ഷമമാക്കാൻ എല്ലാ ക്രമീകരണങ്ങളും നടപ്പിലാക്കി വരുന്നതായി മന്ത്രി സജി ചെറിയാൻ. നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ട്രോളിംഗ് നിരോധന കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾക്ക് 4500 രൂപയാണ് സർക്കാർ ധനസഹായം നൽകി വരുന്നത്. അതിൽ 1500 രൂപ കൊടുത്തു തുടങ്ങിയതായും മന്ത്രി അറിയിച്ചു. 15ാം കേരള നിയമസഭയുടെ 11ാം സമ്മേളനം ഇന്ന് താൽക്കാലികമായി പിരിയും. നാളെ മുതൽ ഈ മാസം 18 വരെ സഭ ചേരുന്നതല്ല. 19-ന് സഭ പുനരാരംഭിക്കും. ഇന്ന് ലോക ബാലവേല വിരുദ്ധ ദിനം. ബാലവേല തടയാൻ തൊഴിൽ വകുപ്പിന്റെ 1 വർഷത്തെ കർമ്മ പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. തിരുവനന്തപുരത്ത് മന്ത്രി V. ശിവൻകുട്ടി പദ്ധതി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ചുമതലകൾ നിറവേറ്റാം, ബാലവേല അവസാനിപ്പിക്കാം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ വയനാട്ടിലെ ജനങ്ങൾക്ക് നന്ദി അറിയിക്കാൻ നിയുക്ത MP രാഹുൽ ഗാന്ധി കേരളത്തിലെത്തി. ഭരണഘടന സംരക്ഷിക്കാനുള്ള പോരാട്ടമായിരുന്നു ഈ തിരഞ്ഞെടുപ്പെന്ന് രാഹുൽ ഗാന്ധി എടവണ്ണയിൽ പൊതുസമ്മേളനത്തിൽ പറഞ്ഞു. കോഴിക്കോട് വിമാനത്താവളത്തിലിറങ്ങിയ അദ്ദേഹത്തിനെ കോൺഗ്രസ് നേതാക്കളുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. എല്ലാ വിഭാഗം ആൾക്കാരുടെയും പിന്തുണ ലഭിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. BJP കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഓഫീസായ മാരാർജി ഭവൻ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തുടർന്ന് കണ്ണൂരിലെത്തിയ ശ്രീ സുരേഷ് ഗോപി വിവിധ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തും. മുൻ മുഖ്യമന്ത്രി EK നായനാരുടെ വസതിയും അദ്ദേഹം സന്ദർശിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. മുതിർന്ന BJP നേതാവ് മോഹൻ ചരൺ മാൻസി ഒഡീഷയുടെ പുതിയ മുഖ്യമന്ത്രിയായി ഇന്ന് ചുമതലയേൽക്കും. മുതിർന്ന BJP നേതാക്കളായ ശ്രീ കനക് വർദ്ധൻ സിംഗ് ദിയോ, ശ്രീമതി പ്രവതി പരിത എന്നിവർ ഉപമുഖ്യമന്ത്രിമാരാകും. ഭുവനേശ്വറിലെ ജനതാ മൈതാനത്ത് വൈകിട്ടാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുക്കും. കാൽപന്ത് കളിയിലും പരിശീലനത്തിലുമായി കഴിഞ്ഞ 5 പതിറ്റാണ്ടിലധികം നിറഞ്ഞുനിന്ന് ഫുട്ബോളിൽ ഇതിഹാസം തീർത്ത TK ചാത്തുണ്ണി അന്തരിച്ചു.
സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. ഇന്ന് ചാലക്കുടി നഗരസഭയിൽ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും. സംസ്കാര ചടങ്ങുകൾ നാളെ നടക്കും. ടി കെ ചാത്തുണ്ണിയുടെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും അനുശോചിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി പ്രതിനിധി ഭരിത പ്രതാപ്. ഫുട്ബോൾ കളിക്കാരനായും പരിശീലകനായും അരനൂറ്റാണ്ടിലേറെ പരിചയസമ്പത്തുള്ള ഇദ്ദേഹത്തിന് ഇന്ത്യൻ ഫുട്ബോൾ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത സ്ഥാനമാണുള്ളത്. 1990 MRF ഗോവ, ചർച്ചിൽ ഗോവ, സാൽഗോക്കർ, മോഹൻ ബഗാൻ, FC കൊച്ചിൻ, വിവ കേരള, ഗോൾഡൻ ത്രെഡ്സ്, ജോസ്കോ FC, വിവ ചെന്നൈ ഉൾപ്പെടെ രാജ്യത്തെ പ്രധാന ഫുട്ബോൾ ശക്തികളായ 4 സംസ്ഥാനങ്ങളിലെ പല ക്ലബ്ബുകളിലും പരിശീലക സ്ഥാനം വഹിച്ചിട്ടുണ്ട്. IM വിജയൻ, ജോപോൾ അഞ്ചേരി, CV പാപ്പച്ചൻ തുടങ്ങിയ ഒട്ടേറെ പ്രമുഖർ അടങ്ങുന്നതാണ് ടി കെ ചാത്തുണ്ണിയുടെ ശിഷ്യസമ്പത്ത്. ഫുട്ബോൾ മൈ സോൾ എന്ന പേരിൽ അദ്ദേഹം ആത്മകഥ എഴുതിയിട്ടുണ്ട്. ദേശീയ ഫുട്ബോളിന് ഒരുപാട് സംഭാവനകൾ നൽകിയ പോലെ തന്നെ ജന്മനാട്ടിൽ കായിക വികസനം യാഥാർത്ഥ്യമാക്കാൻ ശക്തമായ സമരരംഗത്തേക്ക് പോലും കടന്നുവന്ന കായിക പ്രവർത്തകൻ കൂടിയാണ്. ഞാൻ മരണപ്പെടുമ്പോൾ എനിക്ക് പൂക്കൾ വേണ്ട, ഫുട്ബോൾ നൽകി എന്നെ നിങ്ങൾ യാത്രയാക്കണം എന്ന് സ്നേഹത്തോടെ പറഞ്ഞത് ഈ നാട് ഇന്ന് ഓർക്കുന്നു. 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് അമേരിക്കയ്ക്കെതിരെ പോരാടും. നാസോ കൌണ്ടി ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ രാത്രി 8 മണിക്കാണ് മത്സരം. ഗ്രൂപ്പ് എയിൽ ഇന്ത്യ ഒന്നാമതും USA രണ്ടാം സ്ഥാനത്തുമാണ്. ഫ്ലോറിഡയിൽ ഇന്ന് നടക്കാനിരുന്ന ശ്രീലങ്ക നേപ്പാൾ മത്സരം മഴ മൂലം ഉപേക്ഷിച്ചു. രാവിലെ നടന്ന മറ്റൊരു മത്സരത്തിൽ ഓസ്ട്രേലിയ നമീബിയയെ 9 വിക്കറ്റിന് പരാജയപ്പെടുത്തി. ആദ്യം ബാറ്റ് ചെയ്ത നമീബിയ 17 ഓവറിൽ 72 റൺസിന് പുറത്തായി. 73 റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ഓസ്ട്രേലിയ 86 പന്ത് ബാക്കി നിൽക്കെ 1 വിക്കറ്റിന്റെ നഷ്ടത്തിൽ ലക്ഷ്യം മറികടന്നു. ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന്റെ വനിതാ സിംഗിൾസ് ആദ്യ റൌണ്ട് മത്സരത്തിൽ ഇന്ത്യയുടെ അനുപമ ഉപാധ്യായ മലേഷ്യൻ താരത്തെ പരാജയപ്പെടുത്തി. പുരുഷ സിംഗിൾസിൽ ഇന്ത്യൻ താരം HS പ്രണോയ് ഇന്ന് ബ്രസീലിയൻ താരത്തെ നേരിടും. സംസ്ഥാനത്ത് അടുത്ത 3 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, പത്തനംതിട്ട, ആലപ്പുഴ, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വരുന്ന 3 മണിക്കൂറുകളിൽ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് നാളെ വരെ വിലക്കേർപ്പെടുത്തി. തിരുവനന്തപുരം മുതലപ്പുഴയിൽ വീണ്ടും അപകടം. മത്സ്യബന്ധനത്തിനായി പോയ വള്ളം അഴിമുഖത്തുണ്ടായ ശക്തമായ തിരയിൽപ്പെട്ടാണ് അപകടമുണ്ടായത്. 2 തൊഴിലാളികൾക്ക് പരിക്കേറ്റു. പുലർച്ചെ 5 മണിക്കായിരുന്നു അപകടം. പരിക്കേറ്റവരെ ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. ലോക കേരള സഭയുടെ 4ാം പതിപ്പ് നാളെ ആരംഭിക്കും. വൈകുന്നേരം തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പൊതുയോഗത്തോടെയാണ് പരിപാടികൾക്ക് തുടക്കമാവുക. ശനിയാഴ്ച വരെ നടക്കുന്ന പരിപാടിയിൽ 103 രാജ്യങ്ങളിൽ നിന്നും 25 സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള കേരളീയ പ്രവാസി പ്രതിനിധികൾ പങ്കെടുക്കും. അതേസമയം ലോക കേരള സഭയുടെ ഉദ്ഘാടകനാകാനുള്ള സംസ്ഥാന സർക്കാരിന്റെ ക്ഷണം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തള്ളി. തൃശൂർ മുരിങ്ങൂർ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം കൂടാനെത്തിയ 25 നഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധ. 5 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മറ്റുള്ളവരെ പ്രാഥമിക ചികിത്സ നൽകി വിട്ടയച്ചു. അതേസമയം ധ്യാന കേന്ദ്രത്തിൽ ആരോഗ്യ വിഭാഗം പരിശോധന ആരംഭിച്ചു. മേലൂർ പഞ്ചായത്ത് ആരോഗ്യ വിഭാഗം ഭക്ഷ്യധാന്യങ്ങളുടെ സാമ്പിൾ ശേഖരിച്ചിട്ടുണ്ട്. ജമ്മു കാശ്മീരിലെ കത്വ, ദോഡ ജില്ലകളിലുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു CRPF ജവാന് വീരമൃത്യു. 6 സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു. ചതർഗാലയിലെ സംയുക്ത ചെക്ക് പോസ്റ്റിന് നേരെ ഭീകരാക്രമണം നടത്തുകയായിരുന്നു. ഭീകരർക്കായുള്ള തെരച്ചിലിനായി കൂടുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ പ്രദേശത്ത് വിന്യസിച്ചിട്ടുണ്ട്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 329 പോയിന്റ് ഉയർന്ന് 76,853-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 108 പോയിന്റ് നേട്ടത്തിൽ 23,373-ലും വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണ്ണവിലയിൽ വർധന. ഗ്രാമിന് 30 രൂപ കൂടി 6,615 രൂപയാണ് ഇന്നത്തെ വില. LDFൽ RJDയോടുള്ള അവഗണന അവസാനിപ്പിക്കണമെന്ന് സംസ്ഥാന പ്രസിഡന്റ് MV ശ്രേയാംസ് കുമാർ. മന്ത്രിസ്ഥാനവും രാജ്യസഭാ സീറ്റും അവകാശപ്പെട്ടതാണെന്നും അർഹമായ സ്ഥാനങ്ങൾ ലഭിക്കാത്തതിൽ പ്രവർത്തകർക്ക് അസംതൃപ്തിയും നിരാശയുമുണ്ടെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. 18ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിന് ഈ മാസം 24-ന് തുടക്കമാകും. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായി N ചന്ദ്രബാബു നായിഡു സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ചടങ്ങിൽ പങ്കെടുത്ത പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിമാരും. പെരിയാറിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയതിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്തി ശാശ്വതമായ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ നിയമസഭയിൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ വയനാട്ടിലെ ജനങ്ങൾക്ക് നന്ദി അറിയിക്കാൻ നിയുക്ത MP രാഹുൽ ഗാന്ധി കേരളത്തിലെത്തി. ഭരണഘടന സംരക്ഷിക്കാനുള്ള പോരാട്ടമായിരുന്നു ഈ തിരഞ്ഞെടുപ്പെന്ന് രാഹുൽ ഗാന്ധി. ബാലവേല തടയാൻ തൊഴിൽ വകുപ്പ് നടപ്പിലാക്കുന്ന 1 വർഷം നീണ്ട കർമ്മ പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. പ്രമുഖ ഫുട്ബോൾ പരിശീലകൻ ടി കെ ചാത്തുണ്ണി അന്തരിച്ചു. അനുശോചനം രേഖപ്പെടുത്തി മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും.
പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.